ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച് 76 കൊല്ലവും 50 ദിവസവും പിന്നിട്ടപ്പോഴാണ് ദേവസ്വം ബോർഡിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ പേരിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. 75ാം വർഷത്തിലാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നതെന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. ഭരണമേറ്റ് 9.5 വർഷത്തിന് ശേഷമാണ് പിണറായി വിജയൻ അയ്യപ്പനോട് സ്നേഹം തോന്നിയത്. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അയ്യപ്പ സംഗമത്തിൽ ഫുഡ് കമ്മിറ്റി കൺവീനർ എന്ന റോൾ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളത്. അയ്യപ്പ സംഗമത്തിന്റെ പരസ്യങ്ങളിൽ അയ്യപ്പന്റെ പടമില്ല, പകരം പിണറായി വിജയന്റെയും വാസവന്റെയും ചിത്രങ്ങൾ മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. നിങ്ങൾ ആ സത്യവാങ്മൂലം സുപ്രീം കോടതിയെ പിൻവലിക്കാൻ തയ്യാറാണോ? പിൻവലിക്കോ? ഒന്ന്. രണ്ട്, അതിന് രാഷ്ട്രീയ നേതാക്കന്മാരെതിരായി, രാഷ്ട്രീയ പ്രവർത്തകരെതിരായി, ഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കെതിരായുള്ള മുഖ്യമന്ത്രി കേസുകൾ പിൻവലിക്കാൻ കഴിയാറുണ്ട്. മൂന്നാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുമ്പോ ഈ ശബരിമലയിൽ വികസനം നടത്തണം? ഇപ്പോഴാണ് 9 കൊല്ലം ഭരിച്ചിട്ട് തോന്നലാണ് ശബരിമലയിലെ വികസനം. പത്തനംതിട്ടയിൽ നടന്ന UDF പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. പഴയ കാര്യങ്ങൾ ആളുകൾ മറന്നിരുന്നു. ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിലൂടെ പഴയ കാര്യങ്ങൾ ഓർക്കാൻ അവസരമായി. UDF സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തി ആചാരലംഘനത്തിന് വഴിവെച്ച സത്യവാങ്മൂലം നൽകിയത് സർക്കാർ പിൻവലിക്കുമോ എന്ന് വ്യക്തമാക്കണം. രാഷ്ട്രീയ പ്രവർത്തകർക്കും നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കുമെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരായി എടുത്ത കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല. 949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുമ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ പ്രതിവർഷം 47 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് നൽകി വന്നിരുന്നു. പിന്നീട് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ഈ തുക 85 ലക്ഷമാക്കി ഉയർത്തി. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഈ തുക 10 കോടിയാക്കി ഉയർത്തി. എന്നാൽ നാളിതുവരെ ഉയർത്തിയ 10 കോടിയോ നേരത്തെയുള്ള 85 ലക്ഷം പോലുമോ ദേവസ്വം ബോർഡിന് നൽകുന്നില്ലെന്നും VD സതീശൻ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.